ദൈവവചനത്തിൽ നിന്ന് ജ്ഞാനവും ആത്മീയ വളർച്ചയും നേടാൻ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ഈ സമയത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുമിച്ചാണ് ഈ യാത്രയിൽ. അതെ, ഇന്ന് നമ്മൾ സങ്കീർത്തനം 139 ഉള്ളറകളിലേക്ക്, ശരിക്കും പറഞ്ഞാൽ അതിലെ പ്രധാനപ്പെട്ട 2 വാക്യങ്ങൾ 13ഉം 14ഉം അതിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. വളരെ ശക്തമായ വാക്യങ്ങളാണവ. നമ്മുടെ ലക്ഷ്യം ഇതാണ്: ദൈവം നിങ്ങളെ, അതായത് കേൾക്കുന്ന ഓരോരുത്തരെയും എങ്ങനെ കാണുന്നു, അവിടുത്തെ ആ സൃഷ്ടിപരമായ സ്നേഹത്തിൽ നിങ്ങൾ എത്രമാത്രം വിലപ്പെട്ടവരാണെന്ന് തിരിച്ചറിയുക. അതാണ് നമ്മൾ നോക്കുന്നത്. അതുതന്നെ. ഞാൻ ആ വാക്യങ്ങൾ ഒന്ന് വായിക്കാം, ശ്രദ്ധിക്കുമല്ലോ. സങ്കീർത്തനം 139 വാക്യം 13, 14. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അതെന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ശരിക്കും ഇത് കേവലം വാക്കുകളല്ലല്ലോ, ഒരു വെളിപാട് പോലെയാണ്. തീർച്ചയായും. പ്രത്യേകിച്ച് ആ എന്നെ മെടഞ്ഞു എന്ന പ്രയോഗം, അല്ലേ? നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. മെടയുക എന്നത് ഒരു ഫാക്ടറിയിലെ ഉൽപ്പാദനം പോലെയല്ല. അതെ, ഒരു അസംബ്ലി ലൈനല്ല. അല്ല, അതിൽ ശരിക്കും ഒരു ശ്രദ്ധയുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. ഓരോ കണ്ണിയും ഓരോ നൂലും വളരെ സൂക്ഷ്മമായി അതിന്റെ സ്ഥാനത്ത് ചേർത്ത് വയ്ക്കുകയാണ്. അമ്മയുടെ ഉദരത്തിലെ ആ ഒരു മറവിൽ വെച്ച് നമ്മൾ ഈ ലോകത്തിലേക്ക് വരുന്നതിനും എത്രയോ മുൻപ്. അതെ, ആരും കാണാതെ ദൈവം നമ്മുടെ സത്തയെ, നമ്മുടെ ഹൃദയം, മനസ്സ്, ആത്മാവ്, അതിനെയെല്ലാം സ്നേഹത്തോടെ രൂപപ്പെടുത്തുകയായിരുന്നു. ശരിക്കും ഒരു കലാകാരന്റെ ശ്രദ്ധയോടെ. അപ്പോ ഇത് ദൂരെ നിന്നെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദൈവമല്ല, വളരെ അടുത്തുവന്ന് വ്യക്തിപരമായി ഇടപെട്ട് ഒരു ശില്പി തന്റെ ശില്പത്തിൽ പണിയെടുക്കുന്നത് പോലെ നമ്മളെ ഉണ്ടാക്കിയ ഒരു ദൈവം. അപ്പോൾ നമ്മൾ ആരും ഒരു യാദൃച്ഛികതയല്ല. തീർച്ചയായും, അല്ലേ? നിങ്ങളൊരു ആഫ്റ്റർ തോട്ടല്ല, ഒരു അബദ്ധത്തിൽ സംഭവിച്ചതല്ല. നിങ്ങൾ പൂർത്തിയാക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു മാസ്റ്റർ പീസാണ്. ദൈവം വ്യക്തിപരമായിട്ട് തന്നെ ശ്രദ്ധ കൊടുത്തൊരു സൃഷ്ടി. ഓരോ ശ്വാസവും ഓരോ ചിന്തയും. അതെ, നിങ്ങളുടെ ഹൃദയമിടിപ്പ് മുതൽ നിങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ വരെ എല്ലാം അവിടുത്തെ കരവിരുതാണ്. നിങ്ങൾ രൂപപ്പെട്ട ആ നിമിഷം മുതൽ ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അടുത്ത ഭാഗത്തേക്ക് വന്നാൽ, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ ഭയങ്കരം എന്ന വാക്ക്, അതായത് ഫിയർഫുള്ളി എന്ന് ഇംഗ്ലീഷിൽ കാണുന്നത്, ചിലപ്പോൾ ഒരു പേടി തോന്നുന്ന വാക്കായിട്ട് തോന്നാം. പക്ഷെ അതല്ലല്ലോ അതിൻ്റെ അർത്ഥം. അല്ല, അതൊരു എങ്ങനെയാ പറയുക, ഒരു ഭയാദരമാണ്. റെവറൻസ്. ശരിയാണ്. നമ്മുടെയൊക്കെ ജീവൻ എത്ര പവിത്രമാണ്, എത്ര ഗൗരവമുള്ളതാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് വരുന്നൊരാദരവ്. നമ്മൾ വെറും മണ്ണോ പൊടിയോ അല്ല. ദൈവത്തിന്റെ ഛായ നമ്മളിലുണ്ട്, ഒരു ദൈവിക ഉദ്ദേശം വഹിക്കുന്നുണ്ട്. അതെ, ആ ഒരു ഗൗരവം, അതാണ് ആ ഭയങ്കരം എന്ന വാക്കിലുള്ളത്. നമ്മുടെ അസ്തിത്വത്തിന്റെ ആഴം നമ്മെ ഭയഭക്തിയുള്ളവരാക്കണം. പിന്നെ അതിശയമായി, വണ്ടർഫുള്ളി മെയ്ഡ്. ഇത് നമ്മുടെയൊക്കെ ആ ഒരു യുണീക്നെസ് അല്ലേ? നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. തീർച്ചയായും. ലോകം ചിലപ്പോ നമ്മളെ പല തട്ടിലളക്കാനും താരതമ്യം ചെയ്യാനും നോക്കും. പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ നിങ്ങളൊരു അത്ഭുതമാണ്. നിങ്ങളുടെ കഥ, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ പോരാട്ടങ്ങൾ, അതൊന്നും വേറെ ആർക്കുമില്ല. അത് നിങ്ങളുടേതു മാത്രമാണ്. അത് ശരിയാണ്. ലോകത്തിന്റെ അളവുകോലുകളല്ല ദൈവത്തിൻ്റേത്. അതെ, ഈ വലിയ സത്യം തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായി ഒരു പ്രതികരണം നമ്മളിൽ നിന്ന് വരണം. അതാണ് സങ്കീർത്തകൻ പറയുന്നത്, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. സ്തുതി. അതെ, ഇത് നമ്മള് എന്തെങ്കിലും നേടിയെടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഭയങ്കര യോഗ്യതയുള്ളവരായി തോന്നുന്നതുകൊണ്ടോ അല്ല ഈ സ്തുതി. അല്ല, പിന്നെയോ? നമ്മൾ അമളാരാണ് എന്നതിന്റെ അടിസ്ഥാനം, നമ്മുടെ ഈ അസ്തിത്വം തന്നെ ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ് എന്ന ആ തിരിച്ചറിവിൽ നിന്നാണ് ഈ നന്ദിയും സ്തുതിയും ഉയരേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന്. നമ്മുടെ വിലയെക്കുറിച്ച് സംശയം തോന്നുമ്പോഴൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമാണിത്. അല്ലെങ്കിൽ ലോകം നമ്മളെ വില കുറച്ച് കാണിക്കുമ്പോൾ അതെ ഓർക്കണം, ഞാൻ ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇത് വെറുതെ ഒരു പറയുന്ന കാര്യമല്ല. സങ്കീർത്തകൻ അവസാനം പറയുന്നു, അതെന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഇതൊരു വെറും അറിവല്ല, ഒരു ആഴത്തിലുള്ള ബോധ്യമാണല്ലേ? തീർച്ചയായും. അതൊരു തലച്ചോറിൽ അറിവല്ല, ഹൃദയത്തിലെ ബോധ്യമാണ്. ആ ബോധ്യം നമ്മളെ നടത്തണം. നിങ്ങൾ ദൈവത്തിൻ്റെതാണ്, വളരെ ശ്രദ്ധയോടെ ഉണ്ടാക്കപ്പെട്ടതാണ്, അളവില്ലാതെ സ്നേഹിക്കപ്പെടുന്നവരാണ്. ഈ സത്യം നമ്മുടെ ഉള്ളിലങ്ങ് ഉറച്ചു പോകണം. ഈ ഒരു തിരിച്ചറിവ് അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റണം, അല്ലേ?
നമ്മൾ നമ്മളെ തന്നെ കാണുന്ന രീതി, മറ്റുള്ളവരെ കാണുന്ന രീതി. ശരിയാണ്. കാരണം ദൈവം നിങ്ങളെ ഇത്രയും ശ്രദ്ധയോടെ, ഇത്രയും സ്നേഹത്തോടെയാണ് ഉണ്ടാക്കിയതെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയും അതുപോലെ ദൈവത്തിന്റെ കരവേലയാണ്. ആ ഒരു ബഹുമാനം നമ്മൾ അവർക്ക് കൊടുക്കണം. അതുതന്നെ. വിനയത്തോടെ നടക്കാനും തീവ്രമായി സ്നേഹിക്കാനും ധൈര്യത്തോടെ ദൈവത്തെ സ്തുതിക്കാനും ഈ ബോധ്യം നമ്മെ സഹായിക്കട്ടെ. കാരണം നമ്മൾ ജീവിക്കുന്ന തെളിവുകളാണ് സൃഷ്ടാവിന്റെ അത്ഭുതകരമായ പ്രവൃത്തിയുടെ. അതെ. നമുക്കൊരു നിമിഷം ഈ ചിന്തകളോടെ ഒന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായും. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ സൃഷ്ടാവേ, സങ്കീർത്തനം 139 ഈ വലിയ സത്യങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ അന്തരംഗങ്ങളെ നിർമ്മിച്ചു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഓരോരുത്തരെയും ശ്രദ്ധയോടെ മെടഞ്ഞു എന്നോർക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം വിനയം കൊണ്ട് നിറയുന്നു. കർത്താവേ, ഞങ്ങൾ ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിക്കപ്പെട്ടു എന്ന ആഴമേറിയ ബോധ്യം ഞങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ജീവനുള്ളതായിരിക്കണമേ. ലോകം ഞങ്ങളുടെ മൂല്യത്തെ ചോദ്യം ചെയ്യുമ്പോൾ, സംശയങ്ങൾ ഞങ്ങളെ അലട്ടുമ്പോൾ, അങ്ങയുടെ ദൃഷ്ടിയിൽ ഞങ്ങൾ എത്ര വിലപ്പെട്ടവരാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. അതെ പിതാവേ. ഈ സത്യത്തിൽ വേരൂന്നി ജീവിക്കുവാനും ഞങ്ങളെ തന്നെയും മറ്റുള്ളവരെയും അങ്ങയുടെ അത്ഭുത സൃഷ്ടികളായി കാണുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയുടെ പ്രവൃത്തികൾ അത്ഭുതകരമെന്ന് ഞങ്ങളുടെ ഹൃദയം എപ്പോഴും ഏറ്റുപറയുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവരിഡേയിൽ ഇന്ന് ഞങ്ങളോടൊപ്പം ഈ ചിന്തകളിൽ പങ്കുചേർന്നതിന് വളരെ നന്ദി. സങ്കീർത്തനം 139 വാക്യങ്ങൾ 13-14 നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ യാദൃച്ഛികമായി ഉണ്ടായവരല്ല, മറിച്ച് ദൈവത്തിന്റെ സ്നേഹനിധിയായ കരങ്ങളാൽ ഒരു വലിയ ഉദ്ദേശത്തോടെ വളരെ ശ്രദ്ധയോടെ മെടയപ്പെട്ടവരാണ്. അതെ, ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിക്കപ്പെട്ടവർ. ഈ സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ. നിങ്ങൾ ദൈവത്തിന്റെ ഒരു മാസ്റ്റർ പീസാണെന്ന ബോധ്യത്തോടെ ധൈര്യമായി ജീവിക്കാൻ ഇത് നിങ്ങളെ ശക്തീകരിക്കട്ടെ. ഓർക്കുക, നിങ്ങളുടെ ജീവിതകഥ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ യാത്രയിൽ നിങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നിങ്ങളുടെ ചിന്തകളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് everyday@gmail.com എന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് എഴുതാവുന്നതാണ്. വീണ്ടും കാണുന്നതുവരെ ദൈവകൃപ നിങ്ങളോട് കൂടിയിരിക്കട്ടെ.